പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളൊക്കെയുമായിരിക്കുന്ന ഇടങ്ങളിൽ സൗഖ്യത്തോടെ ക്ഷേമത്തോടെ പ്രത്യാശയോടെയൊക്കെ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാവ് 9:6-7 വാക്യങ്ങൾ. ഐസായ ചാപ്റ്റർ 9 വേഴ്സസ് 6 and 7. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞിരിക്കുന്ന ഈ പ്രോഫസിക്ക് എന്ത് പ്രത്യാശ, എന്തൊരു ബ്രൈറ്റർ ഹോപ്പ് നമുക്കത് തരുന്നത്. ഇവിടെ ഒരു രാജ്യത്തെക്കുറിച്ചും രാജാവിനെക്കുറിച്ചും ചില മെജസ്റ്റിക്കായിട്ടുള്ള വാക്കുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. എന്നാൽ ഞാൻ പറയട്ടെ, എപ്പോഴൊക്കെ കുഞ്ഞെ നിൻ്റെ ജീവിതത്തിൽ ഡിസപ്പോയിൻമെൻറ്റ് കടന്നു വന്നിട്ടുണ്ടോ, അപ്പോഴൊക്കെ നീ അഡ്മയർ ചെയ്യുന്നൊരു വിഷയമായിട്ട് അതിനെ തീർക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞിട്ടില്ലേ? പ്രൈസ് ഗോഡ്. യേശു കർത്താവ് നമുക്ക് മുന്നമേ പോയി യുദ്ധം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യുദ്ധത്തിൽ ഇനിയും തോറ്റുകിടക്കുവാൻ ഇടയാകരുത്. ദൈവം നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിലധികമായിട്ട് നാം ചോദിച്ചതിലും ചിന്തിച്ചതിലും നനച്ചതിലും ഒക്കെ അധികമായിട്ട് നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിവുള്ളവനാണ്. വേർഡ്സ് കനോട്ട് ക്യാപ്ചർ ഹൗ ഇൻഫിനിറ്റ്ലി ഗ്രേറ്റ് ഹി ഈസ്. അവൻ ഒന്നിലും ഒതുങ്ങാത്തവനാണ്. ഈ പ്രൊഫസിയിൽ യേശു കർത്താവിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വണ്ടർഫുൾ കൗൺസിലർ, മൈറ്റി ഗോഡ്, എവർലാസ്റ്റിംഗ് ഫാദർ, പ്രിൻസ് ഓഫ് പീസ്, ആസ് ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ദ ലോർഡ് ഓഫ് ലോർഡ്സ്. യേശു കർത്താവിന് എല്ലാവിധ ജ്ഞാനവും ശക്തിയും ഉണ്ടായിരുന്നു. അവൻ നിത്യനായ പിതാവാണ്. അവൻ എങ്ങനെയാണ് റൂൾ ചെയ്തതെന്നറിയാമോ? വിത്ത് പെർഫെക്റ്റ് ലവ്, വിത്ത് പെർഫെക്റ്റ് ജഡ്ജ്മെൻറ്റ് ആൻഡ് പെർഫെക്റ്റ് പീസ്. പ്രൈസ് ഗോഡ്. പെർഫെക്റ്റ് പീസ്. ഹല്ലേലൂയ. എന്നാൽ ഈ ലോകത്തിലെ രാജാക്കന്മാരും രാജ്ഞിമാരും ഒക്കെ അവരെല്ലാം ഇംപെർഫെക്റ്റാണ്. തന്നെയുമല്ല ഇൻകപ്പാസിറ്റേറ്റഡ് ബൈ സിൻ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ ഫോളൺ കണ്ടീഷൻ കൊണ്ട്, ആ ഫിനിറ്റ് കണ്ടീഷൻ കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കൃപ ദൈവം കൊടുക്കും. പക്ഷേ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില മിസ്റ്റേക്സ് ഒക്കെ അവർ ചെയ്ത് നമ്മളെ ഡിസപ്പോയിൻ്റ് ചെയ്യുവാനെ കൊണ്ട് ഇടവരും. നമ്മൾ മോർട്ടൽ ബീയിങ്സ് അല്ലേ? എപ്പോഴും അങ്ങനെയാണ് ഇരിക്കുന്നത്. ചില കാലം ഓരോ ടാങ്കിനും ഹോൾഡ് ചെയ്യാവുന്ന കപ്പാസിറ്റി ഉണ്ട്. ഹ്യൂമൻ ലീഡേഴ്സ് ഒന്നും തന്നെ കൊടുക്കാത്തത് അവരുടെ സകലതും ടെമ്പററിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇൻസ്റ്റബിലിറ്റിയിൽ ജീവിക്കുവാൻ ഒരിക്കലും അനുവദിക്കരുത്. അൺസർട്ടനിറ്റിയിൽ ജീവിക്കുവാനും ഒരിക്കലും അനുവദിച്ച് കൊടുക്കരുത്. എനിവേ, ഈ ലോകം പ്രത്യാശ കൊണ്ട് നിറയട്ടെ. യെശയ്യാവിൻ്റെ വാക്യങ്ങളൊക്കെ ശ്രദ്ധയോടെ നാം വായിക്കണം. വായിക്കുമ്പോൾ പ്രത്യാശ കൊണ്ട് ഓവർഫ്ലോ ചെയ്യുന്നത് കാണാം. നമ്മൾ ഓരോ സമയവും വചനം വായിക്കുമ്പോൾ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ആൻറ്റിസിപ്പേഷൻ വർദ്ധിക്കുക അല്ലേ? എന്നാൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് പറയുന്നൊരു കർത്താവ് അത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് ആശ്വാസമാണ്. നമ്മളെപ്പോഴെങ്കിലും ഡിസ്കറേജായി പോകുമ്പോൾ സങ്കീർത്തനം അനേക വാക്യങ്ങൾ നമ്മളെ ബലപ്പെടുത്തുവാനുണ്ടെങ്കിലും യെശയ്യാവ് 9:6-7 വാക്യങ്ങൾ നമ്മളെ ശക്തമാക്കുകയും സജ്ജമാക്കുകയും പ്രത്യാശ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ താണിരിപ്പാൻ നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ ഒരു പവർഫുൾ എക്സ്ക്ലമേഷൻ അത് അബ്സല്യൂട്ട്ലി നെസസറിയാണ്. ഹല്ലേലൂയ.
മറ്റുള്ളവർ അറിയേണ്ടത് ആവശ്യമാണ്. ഏൽപ്പിച്ചു കൊടുക്കാനായി പറ്റുമോ? യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 1 മുതൽ 3 വരെ. ജോൺ ചാപ്റ്റർ 14 വേഴ്സസ് 1, 2 and 3. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ സ്ഥലത്ത് അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും എൻ്റെ അടുക്കൽ നിങ്ങളുടെ അടുക്കൽ വന്ന് ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ദൈവമക്കളെ, യേശു കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. തൻ്റെ ശിഷ്യന്മാർക്ക് ആശ്വാസമായിട്ടെല്ലാം കൊടുത്ത വാക്യങ്ങളാണ്. യേശു കർത്താവ് എത്രയും പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമെന്ന് താൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവേ, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 13:33 ഇങ്ങനെ പറയുന്നത്. യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോന്നും ശിഷ്യന്മാരെ ട്രബിൾ ചെയ്തിട്ടുണ്ട്. അവരെ വിഷമിച്ചിട്ടുണ്ട്. എന്നാൽ അവർ പിടിച്ചു നിന്നു. ഈശോനെ കൂടാതെയുള്ള നമ്മുടെ യാത്ര ഒന്നുമില്ല. അങ്ങനെ പോകാനിട വരാതിരിക്കട്ടെ. യേശു കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ബിലീവ് ഇൻ ഗോഡ്, ബിലീവ് ഓൾസോ ഇൻ മീ. അത് അദ്ദേഹത്തിൻ്റെ ഡയറ്റിയുടെ ഒരു ക്ലിയർ അഫർമേഷനാണ്. ദൈവവുമായിട്ടുള്ള അവൻ്റെ ബന്ധം, പരിശുദ്ധമായിട്ടുള്ള അവൻ്റെ ബന്ധം, അതെല്ലാം അവൻ്റെ പ്രത്യാശയിൽ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. യേശുവിൽ നമുക്ക് നമ്മുടെ പ്രത്യാശ വെക്കാം. നമ്മുടെ ഭാരം അവൻ്റെ ചുമലിന്മേൽ ഇടാം. അവനെ നമുക്ക് ആശ്രയിക്കാം. അവനെ നമുക്ക് വിശ്വസിക്കാം. അവൻ ഓരോ ഭാഗത്തും പറഞ്ഞിരിക്കുന്ന പ്രോമിസസ് നമുക്ക് ഏറ്റെടുക്കാം. കാരണം നമുക്ക് വേണ്ടി ഓടി വരുന്നവൻ അവൻ മാത്രമേ ഉള്ളൂ. നമ്മളെ കരുതുന്നവനും അവനേ ഉള്ളൂ. ഇതൊക്കെ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോയി. 14 അധ്യായം യോഹന്നാൻ്റെ 3 വാക്യം. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 3. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. യേശു പറഞ്ഞത് പേഴ്സണലി താൻ വരും. എന്നിട്ട് ഈ ജനത്തെ താൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ചർച്ചിൻ്റെ റാപ്ചറ ഇവിടെ യേശു കർത്താവ് പറയുന്നത്. അന്ന് എന്ത് ചെയ്യും? എല്ലാ ബിലീവേഴ്സിനെയും, എല്ലാ വിശ്വാസികളെയും യേശു കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം നടക്കുന്ന ഒരു വലിയ സംഭവത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 4 അധ്യായം അതിൻ്റെ 16, 17 വാക്യങ്ങൾ. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോടുകൂടെ എപ്പോഴും ഇരിക്കുന്ന ഒരവസ്ഥ. പൗലോസ് അപ്പോസ്തലൻ എന്നിട്ട് 18 വാക്യത്തിൽ പറയുക, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കംഫർട്ട് ചെയ്തു. അവരോട് മറ്റുള്ളവരെയും കംഫർട്ട് ചെയ്യുവാനായിട്ട് പറയുക.
ഭയം വരുന്ന സമയമുണ്ട്, സംശയം വരുന്ന സമയമുണ്ട്, നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം തകർന്നടിഞ്ഞു പോകുന്ന സമയങ്ങളുണ്ട്. അപ്പോഴും ഈ റപ്ചറിലെ ആ പ്രോമിസിലേക്ക് നമുക്ക് നോക്കുവാൻ, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് കർത്താവ് വരുന്നത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുടെ ഉറവ് തുറന്നു തരുന്നില്ലേ ദൈവമക്കളെ? ഒരിക്കലും കൊണ്ട് നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു കർത്താവ് മടങ്ങി വരും. നമുക്ക് നമ്മുടെ ഇറ്റേണിറ്റി അവനോടുകൂടെ സ്പെൻഡ് ചെയ്യാം. ഒരിക്കലും അവനിൽ നിന്ന് വേർപെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നീ ഞങ്ങളെ ചേർക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഒരിക്കലും കൈവിടപ്പെട്ടു പോകാനിടയായിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയെല്ലാം ഞങ്ങൾ കറക്റ്റഡാണോ? അവിടെയെല്ലാം കറക്റ്റഡാകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ ദൈവത്തിൽ തന്നെ ഉറച്ചു മുന്നോട്ട് പോകാൻ തക്കണം നീ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപ ധാരാളമായിട്ട് പകരണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.